1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. മനസ്സിന്റെ പ്രയാസങ്ങളും അതേപോലെ ഡിപ്രഷൻ മുതലായ മനോരോഗങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ദമ്പതിമാർ തമ്മിലുള്ള വഴക്കും കലഹവും ഒക്കെ മാറിക്കിട്ടുന്നു. അവർ ഒന്നിക്കാൻ സാധിക്കുന്നു. പല വഴിക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങളെയും പാഴ്ചിലുകളെയും കണ്ടുപിടിച്ച് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുവഴി സാമ്പത്തിക നേട്ടം ധാരാളം ലഭിക്കുന്നു. അമ്മയ്ക്കുള്ള രോഗവും മറ്റു വിഷമതകളും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നു. വാഹനാപകടത്തിന്റെ പരുക്ക് മൂലം പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ബന്ധുക്കളോടുള്ള വൈരാഗ്യം, അങ്ങനെ കേസുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീരുകയും ശത്രുതയെല്ലാം മാറി ഒരുമിക്കാനും സാധിക്കുന്നു. ശ്രമിച്ചാൽ പല ജോലികളും ചെയ്ത് ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയവും കൂടിയാണ്. മകന് ഉള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. വിഷമതകളായിരിക്കുക, രോഗവും കഷ്ടപ്പാടും മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുള്ള കാലതാമസവും ഒഴിവാക്കപ്പെടുന്നു. വാദം പോലുള്ള രോഗത്തിന്റെ കാഠിന്യം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ശരീരത്തിലെ പുണ്ണുകൾ, നിറയെ പുണ്ണുകൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അലർജി കൊണ്ടാകാം, അല്ലാതെയാകാം, അതും മാറിക്കിട്ടുന്നു. രക്തസംബന്ധമായ രോഗം ഉള്ളവർക്കും സുഖം പ്രാപിച്ചു കിട്ടുന്നു. മാനഭംഗ ശ്രമം നിങ്ങൾക്ക് നേരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ സാധ്യതയുള്ളതിനാല് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാം. തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതി വരുന്നേക്കാം ഉള്ളൊരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭ്യമാകുന്നതിനും ചെറിയ സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുക അല്ലെങ്കിൽ നിശ്ചയം നിശ്ചയിക്കുകയോ ചെയ്യുന്നവർക്ക് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് തടസ്സം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. വേറൊരു സമയത്തേക്ക്, ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും മരണം കൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങളാകാം. തൊഴിലിൽ ചില തടസ്സങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അകാരണമായ ഭയം ഉണ്ടാകാം. ചില മേഖലകളിൽ പരാജയം വരുന്നതിന് സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അനിഴ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ കുട്ടികൾക്കും വീട്ടുകാർക്കും വരാനൊരു സാധ്യത കാണുന്നുണ്ട്. ആരുമായും വഴക്കിനോ ബഹളത്തിനോ വീട്ടുകാരും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിനും സാമ്പത്തിക നഷ്ടം വരുന്നതിനും മറ്റുള്ള രീതിയിൽ സാധ്യതയുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. കൃഷിക്കാർക്കാണെങ്കിൽ കൃഷിയിൽ നിന്നും ധാരാളം ധനം ലഭിച്ചേക്കാം. പല രീതിയിലും ഈ കുട്ടി ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിന് തുടങ്ങുന്നതിനും മുന്നോട്ട് പോകുന്നതിനും തടസ്സം വരുന്നില്ല. പൊതുവെ മാന്യം ഉണ്ടാകാം. എന്നാൽ അല്പാൽപമായി മാന്യം മാറി പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അല്പാൽപമായി പുരോഗതി വരുന്ന ഒരു കാലഘട്ടമാണ്. പല വിധത്തിലും ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തില് ആരോഗ്യം തൃപ്തികരമായി തന്നെ പോകുന്നു. വിദ്യാഭ്യാസം മികച്ച രീതിയിൽ തുടരാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച തൊഴിലിൽ പ്രവേശിക്കാനും യോഗമുണ്ട്. ചിലർ ഗവേഷണ രംഗത്ത് പ്രവേശിക്കാനും ഒരു യോഗമുണ്ട്. സമ്പാദ്യം വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ധാരാളം രീതിയിൽ പണം വരുമ്പോൾ നല്ല നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിങ്ങൾ നിക്ഷേപിക്കുക. അതുപോലെ തന്നെ ഒരു കരുതൽ ധനമായി അതിരിക്കും. പല വഴികളിലൂടെയും ധനനേട്ടം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് ഉന്നത അധികാരമുള്ള പദവി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സർക്കാർ അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നതിനും സർക്കാരിന്റെ മുദ്രവെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനൊക്കെ യോഗം കാണുന്നുണ്ട്. എവിടെയും ഈശ്വര കൃപ ലഭിക്കുന്ന ഒരു കാലമാണ്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ യോഗം കാണുന്നുണ്ട്. വിദ്യ കൊണ്ട് ഇവിടെ പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധിക്കുന്നു. അതുപോലെ ചില രോഗങ്ങൾ വരാമെങ്കിൽ, അതായത് വാദം പോലുള്ള രോഗങ്ങൾ വരാമെങ്കിലും അതെല്ലാം തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അത് ഭേദമാകുന്നു. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയും അസൂയാലുക്കളെയും വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവർ പല രീതികളിലും ഉപദ്രവിക്കാൻ ശ്രമിക്കും. സർക്കാരിൽ നിന്നും അനിഷ്ടമുണ്ടാകുമെങ്കിലും പിന്നീട് അതെല്ലാം മാറി ഇഷ്ടത്തിലേക്ക് വരും.
ഈ സമയം കേസുകൾ, വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ എന്നിവയ്ക്ക് പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ധനം ധാരാളം വരുമെങ്കിലും ചെലവുകൾ ഉണ്ടാകാമെങ്കിൽ എന്നതിനാല് ധാരാളം ധനം വരും, പക്ഷേ ചെലവുകൾ ഉണ്ടാകാം എന്നതിനാല് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഉദ്യോഗപരമായി ബന്ധപ്പെട്ട് അന്യനാട്ടില് പോകുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ ഉപദ്രവങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. ഭൂമിയും വീടും സ്വന്തമാക്കാനായിട്ട് ഇവിടെയും യോഗം കാണുന്നുണ്ട്. കള്ളന്മാരിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വിലപ്പെട്ട വസ്തുവകകൾ സുരക്ഷിതമാക്കേണ്ടതാണ്. മേലുദ്യോഗസ്ഥർക്കും അധികാരികൾക്കും നിങ്ങൾ ഒരു നോട്ടപ്പുള്ളിയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം വാങ്ങാൻ ഒരു യോഗം കാണുന്നുണ്ട്. മിക്കവാറും ഒരു നല്ല സമയമായിട്ടാണ് ഈ സമയം കാണുന്നത്. എല്ലാത്തിലും, അതായത് ഇന്ന് എല്ലാ നല്ല കാര്യം തുടങ്ങുന്നതിനും പറ്റിയൊരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ധനനേട്ടവും മറ്റ് ഐശ്വര്യങ്ങളും ധാരാളം ഉണ്ടായേക്കാം. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ബിസിനസ്സിൽ വലിയ ഒരു വളർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഒരു പുനർവിവാഹം കഴിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ മേലധികാരികളുമായി പൊതുവെ യോജിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയും ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും അവരുടെ ശ്രമം അവർ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും മറ്റും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പ്രത്യേക പദവിയുള്ള താൽക്കാലിക ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഏത് തന്നെ ആയാലും ഐശ്വര്യം നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. വളർത്ത് മൃഗങ്ങളുടെ വ്യാപാരം നടത്തിയാലും ധനലാഭം ഉണ്ടാകുന്നതാണ് ഈ സമയം. തൊഴിൽപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഈ കാലം ഒരു അത്ര സുഖകരമായ കാലമല്ല. ചിലർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രതികൂലമായി നടക്കുന്ന ഒരു സമയം ചിലർക്കുണ്ടാകാം. കോപം കൂടാൻ സാധ്യത കാണുന്നുണ്ട്. സത്യസന്ധതയ്ക്ക് ഒരു വിലയും ഇല്ലല്ലോ, അല്ലെങ്കിൽ വില ഇല്ലാതായല്ലോ എന്നുള്ള ഒരു ചിന്ത വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥ വരാം. ചിലർക്ക് മേലധികാരികളിൽ നിന്നും സമ്മർദ്ദത്തെ തുടർന്ന് ഉദ്യോഗം രാജിവെക്കേണ്ടതായിട്ടും വന്നേക്കാം. സർക്കാർ മേഖലയായിരുന്നാലും സ്വകാര്യ മേഖലയായിരുന്നാലും അത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്റെ നിരന്തരം ശല്യം ചെയ്യൽ നിമിത്തം നിങ്ങൾക്ക് രാജിവെക്കേണ്ടതായിട്ട് വരാം ഉദ്യോഗം. ചില രോഗങ്ങൾ ഉണ്ടാകും. അതായത് ചില രോഗങ്ങൾ ഉണ്ടാകാം. മാനസികപരമായിട്ട് പിരിമുറുക്കം ഉണ്ടാകാം. എങ്കിൽ തന്നെയും ധനത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവ് ഇവർക്ക് വരുന്നില്ല. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ ചിലർ തേടി കണ്ടുപിടിക്കുന്നു. ഷെയർ മാർക്കറ്റിംഗ്, അധ്യാപനം, കൃഷി, സെക്യൂരിറ്റി സർവീസുകൾ തുടങ്ങിയവ പലതും ഇവർക്ക് തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. മനസമാധാനവും ആരോഗ്യപരമായും ഒരു തൃപ്തിയും അവർക്ക് ലഭിക്കുന്നു. ചില മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ലൊരു സംഖ്യ നിങ്ങൾക്ക് ആദായം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുവെ അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാത്തൊരു സുഖജീവിതമാണ് ഈ കാലഘട്ടത്ത്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കുന്നു. മോഷ്ടാക്കളെയും ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും. പ്രായത്തിന്റെ ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നല്ല ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറുന്നതാണ്. പൊതുവെ ഗുണമുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജന്മനാള് വിപുലമായി ആഘോഷിക്കുവാനും ഉള്ളൊരു ഭാഗ്യവും നിങ്ങൾക്കുണ്ട്. ഇവിടെയും പുതിയ വാഹനം, വീടും സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. 73 വയസ്സിന് മുകളിലോട്ടുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ, തർക്കങ്ങൾ ഇവ ഉണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില അനിഴ നക്ഷത്രക്കാർക്ക് ഒരു ശസ്ത്രക്രിയ അത്യാവശ്യമായി വേണ്ടി വന്നേക്കാം. രക്തത്തിൽ അണുബാധ മൂലമോ മറ്റു കുറവ് മൂലമോ പല രോഗങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങൾക്കും ഒരു കുറവ് വരുന്നതായിട്ട് കാണുന്നില്ല. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ബുധൻ ഗുരു യോഗം കർക്കിടക രാശിയിൽ നടക്കുന്നത് കൊണ്ട് ബുദ്ധിശക്തിയെയും സാമ്പത്തിക പുരോഗതിയെയും സംസാരശേഷിയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ അറിവ് ലഭിക്കാം. വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. അത് നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. മറ്റുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ശൈലി ഉണ്ടാക്കുന്നു. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കരിയറിലും ബിസിനസ്സിലൊക്കെ വൻ ധനനേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുമൂലം ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് വരുന്നു. അതുപോലെ കലകളിലെല്ലാം, സംഗീതമായിരുന്നാലും നൃത്തമായിരുന്നാലും സാഹിത്യം, അഭിനയം, എല്ലാ കലകളിലും
ഉള്ള കലാകാരന്മാർക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. അതുപോലെ കുട്ടികൾക്ക് ഇതിലേക്കൊരു താല്പര്യം കാണിച്ചു തുടങ്ങുന്നതിനൊരു സാധ്യതയുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റം, ധർമ്മിഷ്ഠമായ ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കുന്നു. കുടുംബത്തിൽ പൊതുവെ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. അതുപോലെ ഇനി ഉള്ളത് ചിങ്ങ രാശിയിലെ കാര്യമാണ്. സൂര്യകേതു യോഗം ചിങ്ങ രാശിയിൽ നടക്കുന്നതുകൊണ്ട് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസത്തിലെ കുറവ് വരാം. അതുപോലെ ഇച്ഛാശക്തിയെ വളരെയധികം മോശമായി ബാധിക്കുന്ന ഒരു യോഗമാണിത്. വയറു സംബന്ധിച്ച അസുഖങ്ങൾ വരുന്നതിനും അതുപോലെ തന്നെ തലവേദന വരുന്നതിനും സാധ്യതയുണ്ട്, മൈഗ്രെയിൻ പോലുള്ളവ. അതുപോലെ തന്നെ ഊർജ്ജക്കുറവ് വന്നേക്കാം, അതായത് നമ്മുടെ ശേഷിക്കുറവ്, ഉന്മേഷക്കുറവ് വരാം, മടി വരുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ ആണെങ്കിൽ, അതായത് കരിയറിലും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർണായകമായ ഒരു സമയത്ത് തീരുമാനം എടുക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ വരാം. അങ്ങനെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകാം, അലച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ വാഗ്ദാനങ്ങളും അതിൽ കോപങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആർക്കും അനാവശ്യമായി ഒരു വാഗ്ദാനം ചെയ്യരുത്. അത് മാത്രമല്ല ആരോടും വഴക്കും ബഹളം തർക്കത്തിനും ഒന്നും പോകരുത്. അത് അടുത്തത് ചന്ദ്രശുക്ര യോഗമാണ് നടക്കുന്നത്. അത് കന്നി രാശിയിൽ ആണ് ഈ യോഗം നടക്കുന്നത്. വ്യക്തിയുടെ മനസ്സിനെയും സാർഗാത്മികതയൊക്കെ വളരെ നല്ല രീതിയിൽ സ്വാധീനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നല്ല യോഗവും കൂടിയാണിത്. ഇത് കന്യരാശി ബുധന്റെ വീടാണ്. ശുക്രൻ അവിടെ നീചസ്ഥ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, നീചനായിട്ടാണ് കാണുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സാർഗാത്മിക കലകളിൽ പ്രത്യേകം താല്പര്യം ജനിക്കുന്നതിന് കുട്ടികൾക്ക് തന്നെ ഒരു ഉണ്ടാവാം. അവരതിന് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിലെ കലാകാരന്മാരിലുള്ള കലാകാരന്മാർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന, ധാരാളം നേട്ടം കിട്ടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതും ഈ യോഗം മൂലമാണ്. അത് കൂടാതെ തന്നെ അവരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നു. അതുപോലെ തന്നെ ടൈം ബോണ്ടായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തീർക്കാൻ സാധിക്കുന്നത് കോൺട്രാക്ട് വർക്കായിരുന്നാലും പ്രോജക്ട് വർക്കായിരുന്നാലും അതിനെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തിൽ നല്ല രീതിയിൽ വ്യക്തി ശുചിത്വം പാലിക്കാൻ സാധിക്കുന്നു. പരിസരങ്ങളെല്ലാം ശുചീകരിക്കുന്നതിനും അതുപോലെ തന്നെ വീടും ശുചീകരിക്കുന്നതിനൊക്കെ അവർക്ക് ഉത്സാഹപൂർണമായിട്ട് ഒരു കഴിവുണ്ടാകുന്നു. അതുപോലെ ഇതിൽ ഒരു ന്യൂനത ഉള്ളത്, സ്നേഹവും ആ ബന്ധത്തിലായിരുന്നാലും പ്രണയബന്ധത്തിലായിരുന്നാലും എന്തോ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഈ ബന്ധങ്ങളിലെല്ലാം തെറ്റിദ്ധാരണ വരുന്നതിനും സാധ്യതയുണ്ട്. അതിന്റെ കാരണം ശുക്രന്റെ ബലക്ഷയമാണ്. കന്നിരാശിയിൽ ശുക്രന്റെ ബലക്ഷയം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകാം. മാനസിക സംഘർഷം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.